Hello everyone, welcome back to my channel and welcome to a brand new video. നമ്മളിന്ന് ബാഴ്സലോണയിലാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പരിപാടിയിലാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്യുക. സോ that saves a lot of time and it's really convenient. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആദ്യം തന്നെ പോകുന്നത് സ്പെയിനിലെ മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള സഗ്രദ ഫാമിലിയ എന്ന് പറയുന്ന ഈ കാണുന്ന വലിയ ഈ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് 200 വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണേ. ഇതാണ് 200 വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന പള്ളി. പള്ളിയുടെ പേരെന്തായിരുന്നു? അപ്പോൾ ഈ പള്ളി 200 വർഷത്തിന് മേലെയായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. സഗ്രദ ഫാമിലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹോളി ഫാമിലി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഹോളി ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ് ഇത്. നമ്മൾ അടുത്തായിട്ട് കാണാൻ വന്നിരിക്കുന്നത് ഈ ഒരു ബിൽഡിംഗ് ആണ്. കാസ ബട്ട്ലോ എന്നാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പാനിഷ് ആർക്കിടെക്റ്റാണ് ഗൗഡി എന്ന് പറയുന്നത്. അപ്പോൾ ഗൗഡി എന്ന് പറയുന്ന ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനാണ് ഈ കാണുന്ന കാസ ബട്ട്ലോ എന്ന് പറയുന്ന ബിൽഡിംഗ്. ഈ ഗൗഡി ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട് ബാഴ്സലോണയിൽ. അതൊക്കെ തന്നെയാണ് ബാഴ്സലോണയിലെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസും. നമ്മളപ്പോൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഗൗഡി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള കാസ മില എന്ന് പറയുന്ന ഈ ഒരു കാണുന്ന ബിൽഡിംഗ് ആണ്. അപ്പോൾ ഗൗഡി ബിൽഡിങ്സിന് തന്നെ നമ്മൾ സെർച്ച് ചെയ്താൽ ഒത്തിരി ബിൽഡിങ്സ് കാണാൻ പറ്റും ബാഴ്സലോണയിൽ ഗൗഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ബിൽഡിങ്സ്. ഞാനിതാ മുടിയൊക്കെ കഴിച്ചിട്ട് കളിയാങ്കാട്ട് നീലിയുടെ പോലെ ബാഴ്സലോണ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് FCBയുടെ ഒരു സ്റ്റോർ കണ്ടു. അപ്പോൾ നമ്മൾ ഈ FCB സ്റ്റോറിൽ കയറി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ FCB സ്റ്റോറിൻ്റെ അകത്തെ കാഴ്ചകൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ബാഴ്സലോണയിലെ കാഴ്ചകൾ. പിന്നെ നമുക്കിവിടെ കാണാൻ ആയിട്ടുള്ള ഒരു മേജർ സ്പോട്ട് എന്ന് പറയുന്നത് FCBയുടെ സ്റ്റേഡിയം ആയിട്ടുള്ള ക്യാമ്പ് നൗ സ്റ്റേഡിയം ആണ്. പക്ഷെ അവിടെ ഇപ്പോൾ റിനോവേഷൻ നടക്കുന്നത് കൊണ്ട് സ്റ്റേഡിയം ഫുൾ കവേർഡ് ആണ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ലായിരുന്നു. സോ അടുത്തതായി നമ്മൾ സ്പാനിഷ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കഫേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഹലോ, ഹായ്. നമ്മൾ ടാപ്പാസ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻ്റാണ്. ഒരു പഴയ സെറ്റപ്പിലുള്ളൊരു സാധനമാണ്. ഇവിടെ കുറേ വൈൻ ബാരൽസ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പഴയ വൈൻ ബാരൽസ് സംഭവങ്ങളൊക്കെ കാണാം. ബാഴ്സലോണേൻ്റെ കുറേ പോസ്റ്റേഴ്സും പഴയ കുറേ ക്യാമറകൾ, പ്രൊജക്ടേഴ്സാണ് കേട്ടോ മുകളിൽ കാണുന്ന സാധനങ്ങൾ. ഇതൊക്കെ പ്രൊജക്ടേഴ്സാണ്, പഴയ ക്യാമറാസാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെയുണ്ട്. കുറേ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നു. ബിയർ വന്നു. എസ്ട്രോഡാൻ എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ ഒരു ഫേമസ് ബിയറാണ്. ചാമ്പ്യൻസ് ലീഗ് 2006 അടിച്ചിട്ടുള്ള പോസ്റ്ററാണ്. വെംബ്ലിയിലെ ഈ യൂറോപ്യനാണ് ചാമ്പ്യൻസ് ലീഗാണ്. ഇവിടുത്തെ സ്പാനിഷ് ബിയർ 1876 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. എസ്ട്രല ഡാം, എസ്ട്രല ഗലീഷ്യ. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്ന എസ്ട്രല ഡാമാണ്. സോ അതായിരുന്നു നമ്മുടെ ബാഴ്സലോണ ട്രിപ്പിലെ വിശേഷങ്ങളൊക്കെ. നമ്മൾ തിരിച്ച് മാഞ്ചസ്റ്ററിന് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലെത്തിയേക്കുവാണ്. ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ബാഴ്സലോണ ആൻഡ് ടാരഗോണ 2 സ്ഥലമാണ് നമ്മൾ കവർ ചെയ്തത്. സോ hope you like the video. Thank you so much for watching. Bye.